ഇത് സാധനം ഇട്ട് കൊടുക്കുന്നേ, ചെറിയൊരു ഷോ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടത്. പിടി അതിന്റെ ഉണ്ടാവും, അതിനകത്തുണ്ടോ മീൻ? ആ വേരിക്കോ, കാണിച്ചേ. അങ്ങനെ കുറേ ദിവസമായിട്ടോ വീടിട്ടിട്ട്. നമ്മളന്ന് ഹോസ്പിറ്റലൊക്കെ പോയി പിറ്റേ ദിവസമൊക്കെ ഇറങ്ങിയൊക്കെ നടന്നതിന് ബാഗ് വെച്ചിട്ട് പൊക്കി പിടി. അങ്ങനെ പിടിച്ചിട്ട് കൈ കയറ്റേ. അനക്ക് വല അനങ്ങുന്നില്ല. അപ്പോൾ ഞാൻ നിർദ്ദേശം കൊടുക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെന്ന്. സംഭവം അതല്ല, ഇവർക്ക് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കണം. നീർനായയുടെ സ്വഭാവം അവർക്ക്. ഫുൾ ടൈം വെള്ളത്തിൽ കിടക്കണം. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാ കേട്ടോ. എല്ലാം കിട്ടിയോ? അതിനെന്താ അറിയോ, നീ ഇവിടെ ഇങ്ങനെ അടിച്ചൊതുക്കി വെക്കുവാ. നമ്മളെ കണ്ടത്തിലാട്ടോ മീനുണ്ട. ചാടോടെ നിങ്ങൾ അനക്കാത്തോണ്ട് ചിലപ്പോൾ ഓടി വന്ന് വള്ളക്കകത്ത് വെക്കും, ചാടിപ്പോവും. ഇവിടെ കോരാൻ ഇവിടെ ഇത് ചിലപ്പോഴല്ലേ പൈപ്പാണോ? നല്ല ഏറ്റമായി കിട്ടും, മീൻ കിട്ടും. നല്ല വലയാണ്ട് അത്യാവശ്യം കിട്ടും. ചാടും, അവിടെ ചാടും, മീൻ ചാടും. വല അടുപ്പിനമ്മ അവിടെ വെച്ച് പൊക്കാതെ അടുപ്പിച്ച് ഇടിച്ചു പൊക്ക്. വല കരക്കടുക്കുന്നില്ലല്ലോ. വല കരക്കടുക്കുന്നില്ല. എൻ്റെ മേലിൽ കൂടെ കയറ്റിയേ കരക്ക് കയറിക്കും മീൻ. നിങ്ങളിവിടുന്ന് അങ്ങോട്ട് ഒതുക്കുമ്പോൾ അങ്ങോട്ട് ഒതുങ്ങി പോകും മീൻ. അപ്പോൾ അതാണ് സംഭവം. ഇവർ മിമ്മ വെള്ളത്തിൽ ഇറങ്ങി കിടക്കാൻ വേണ്ടി ഇറങ്ങും. മീനൊന്നും കിട്ടാൻ സാധ്യതയില്ല. കാരണം വെള്ളം ഏറ്റം നിൽക്കുമ്പോൾ മീൻ ഉള്ളിലോട്ട് ഇറങ്ങി നിൽക്കും, അല്ലെ ഓടി പുറത്തേക്ക് പോകും. നമ്മുടെ ഈ പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കളിക്കും. വെള്ളം കൂടുതലായതിൻ്റെ വല ഒരുപാട് പൊക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മടുക്കും. ഇതിന് വെയിറ്റ് കുറഞ്ഞ ഇതാ. നമ്മുടെ വല നമുക്ക് വെയിറ്റ് ഇല്ല. ഇത് വേറെ ഉണ്ടോ ചേട്ടന്മാർ കോരിയിട്ട് ഇവിടെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അവർ ഇവിടെ വെച്ചിട്ടാണ് പോകണേ. മിക്കപ്പോഴും അങ്ങനെ വെച്ചിട്ട് പോയതാ. ഒന്നും കിട്ടിയില്ലേ അപ്പം? വെള്ളം നല്ല കയറ്റോ. രാവിലെ ഇറങ്ങണം. വല എപ്പോൾ കൊണ്ടുവച്ചതാ? രാവിലെ ഇറങ്ങിയായിരുന്നു. നമ്മൾ ഇതേക്ക് വല ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത് നടന്നില്ല കേട്ടോ. നമുക്ക് വല പണ്ട് ഉണ്ടായിരുന്നു, അത് നശിച്ചു പോയി. പിന്നെ നമ്മൾ മുള വെച്ചിട്ട് കിടക്കുന്ന മുള വെച്ചിട്ടൊരു വലയൊക്കെ ഉണ്ടാക്കി. എന്തോ ഇവിടുന്ന് കോരിയൊക്കെ ചെല്ലേ ഇങ്ങനെ അടുക്കോടെ. ഇവിടെ പുതയെന്ന് ചെടിയാണ്. പുതയെന്ന് വെച്ചാൽ കാല് ചവിട്ടം വെച്ചിട്ട് ഫാസ്റ്റായിട്ട്. മതി. വല ഇടിച്ചാൽ പൊക്ക്. കരയിൽ ഇടിക്കുമ്പോൾ അവിടുന്ന് അങ്ങനെ പൊക്കാതെ. ഇത് കോരുന്നത് ശരിയല്ല. വള്ളത്തിൽ ഇല്ലില്ല, അത് തുറന്നോളൂ. കിടക്കൊന്നല്ല. വള്ളത്തിയാലും പോയാലും കുഴപ്പമില്ലല്ലോ. അതെ. മൂലിക്കോട്ടിറങ്ങിപ്പോ മീൻ. ചെറിയ വള്ളത്തിയൊക്കെ ചാടി വീഴുന്നുണ്ട്. വല ഇടിച്ചു പോരമ്മ, കരക്കോട്ട് ഇടിച്ചു പോര്. അനക്കിക്കോര്. മതി പൊക്ക്. വലുതുണ്ടാവും. ശ്രീകൂട്ട പിടിക്കണോ? വലുതുണ്ടാവും. അത്യാവശ്യം വലുതുണ്ടാവും. ഇവിടെ പതുങ്ങി നിൽക്കത്തേ ഉള്ളൂ, വെള്ളം കൂടുതലുണ്ടായിട്ട്. ചാടും.
ചെറിയ വെള്ളത്തിണ്ട്. ആ കൊഞ്ചിടമാ. ആ അടിപൊളി ഒരു പുലിക്കൊഞ്ച്. ഒരു പുലിക്കൊഞ്ച് ഇഞ്ഞുണ്ടോ തീക്കൊണ്ടേ കൊടു. തല പിടിക്കണ്ട തല പിടിക്കണടാ. തല പിടിക്കല്ലേ. അയ്യോ ആ പോയി. അത് നിങ്ങൾ ചിലപ്പോൾ അനങ്ങിയപ്പോഴേ ആ കൊഞ്ചൊക്കെ പോയിട്ടെ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. നല്ലൊരു ബാക്ക് പൊക്കൂടി. കൊഞ്ചുണ്ടായിരുന്നു അതായിട്ട് പോയി. കരിയും പോയി. അതാ പറഞ്ഞേ മീനകത്ത് വെള്ളം ഉണ്ടായിട്ട് പതുങ്ങി നിൽക്കും ചാടാൻ വേണ്ടിയിട്ടേ. കൊഞ്ചില്ലമ്മ അത് പറഞ്ഞുണ്ടായിരുന്നു. ഇവിടെ ഇതാ തിട്ട വല പൊക്കി കൊടുക്കണോ കൂട്ടാ. കരിമീൻ കാണുന്നു. അയ്യോ കൈയോട് തപ്പ ഇങ്ങനെ പേണ്ട്. ഇത് മീനോടി മീൻ്റെ വീട്ടിൽ ചെന്നല്ലോ. ഇതാണ് ഇവിടെ അവസ്ഥ. പള്ളത്തിൽ അങ്ങനെ അല്ല അതിന്റെ ബ്രാക്ക് കിട്ടും. അങ്ങനെ ജീവിക്കാനും വിടത്തില്ല ഞങ്ങള്. ഇവിടെ കരിമീനുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. നിങ്ങൾ വല കൊണ്ടുവെക്കുക. പയ്യെ തപ്പി വേറെ ഒന്നും ഇല്ല വെള്ളത്തില്. കൂടി പോയാൽ ഞണ്ട് കയറിയിരിക്കും. ഞണ്ട് നമ്മളെ കടിക്കത്തുമില്ല. അതിന്റെ വായിൽ കൊണ്ട് വെച്ച് കൊടുക്കാതിരുന്നാൽ മതി. ജസ്റ്റ് കൈ ഇങ്ങനെ തലോടി അങ്ങോട്ട്. എന്തിനാടാ അതിങ്ങനെ വെറുതെ പൊക്കി കളയുന്നേ മീൻ? ട്യൂബ് ഇപ്പം ഇവര് പൊക്കിയാൽ മീനുണ്ടാക്കി കിട്ടത്തില്ലേ? തപ്പി വിട്. കൊഞ്ച് ചിലപ്പോഴേ ആണോ അമ്മ അവന്റെ കാലടിച്ച് മീൻ ഇരിക്കുന്നു. തപ്പി എടുത്തമ്മ. അതൊക്കെ ആവും ഓരോ സ്റ്റൈലാണ്. പോടാ അതൊക്കെ വൻ ഹീറോസ് കിട്ടാൻ വേണ്ടിട്ടേ ഇത് സാധനം ഇട്ട് കൊടുക്കുന്നേ. ചെറിയൊരു ഷോ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടത്. ഒരു സത്യം. കഴിഞ്ഞ ദിവസം ഒരു അടി കിട്ടി കുട്ടത്തിയുടെ. ഇവിടെ ഇതുള്ളതാ അമ്മ. വാ ഇങ്ങോട്ട് ഇത്. ഇവിടെ മറ്റേ ഷീറ്റ് ഉള്ളതാ. ഷീറ്റിന്റെ സൈഡിൽ മീൻ നിൽക്കും. ഇവിടെ വെക്കുമാ. ഇല്ല വെച്ചില്ല. ഇവിടെ അങ്ങനെ വെക്കുന്നേ. വാ ബാക്ക് പൊക്കുടി. കൈയിട്ട് അനക്കി കൊടു. സൈഡിൽ മീൻ നിൽക്കും. പൊക്കിയ ചാടിയ അപ്പം പൊക്കി വേണം കേട്ടോ. ചാടാൻ സാധ്യത അല്ല വെള്ളം. വല പൊക്കിക്കോ മീനുണ്ടാവും. മീൻ പതുങ്ങി നിൽക്കും. എന്നിട്ട് പോയെന്നോ ചുമ്മാ അടവേ. പിന്നെ കണ്ടോ അത് ബാക്ക് പൊക്കിടി. ആ അത് വല മുകളിൽ കൂടെ ആണല്ലോ ഒന്ന്. വല പൊക്കി പിടിയേ. വേലിയേറ്റ സമയം കേട്ടോ. കണ്ട വെള്ളം കയറി. അത് അവ അവിടെ ഒന്ന് പൊക്കുക. ആര് പൊക്കിയത്? നീ ഒറ്റയ്ക്ക് പൊക്കിയാൽ അങ്ങനെയാണോ കിട്ടുക?
വല വെക്കാൻ പോകണോ? പൈപ്പോ? ഇവ ഞാൻ മീനെല്ലാം ഓടിച്ചളയാ. ശ്രീകുടയും വന്നടാ. വാ ഇതുവഴി കയറി ഞാൻ പോയി കുളിക്ക്. കയറി 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 വാ. വലയില്ലല്ലേ? 2 കൈ കൊണ്ട് അടയ്ക്കാൻ പറ്റുന്ന പൈപ്പാണോ? അല്ലെങ്കിൽ നൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ തടയമ്മ. ഉടുപ്പ് വെച്ചിട്ട് പൊക്കിയായി. ഏറ്റ സമയമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനകത്ത് ചെമ്പലിയെ പിടിച്ചേട്ടാ. ഇതിനൊക്കെ പൈപ്പേ കയറിയുന്നു. അമ്മയുടെ ഇത് പോയി. ഇത് പോയി. ഇല്ല മീനകത്ത് നിൽക്കും. പൊക്കിക്കോ. വാ അടച്ചിട. ചാടിപ്പോയി. നോക്കോ അതിനകത്തൂടെ. വള്ളത്തിയാണോ? ആ ഇട്ടാൽ നീങ്ങൊന്നേരാ. നീ കൂട്ടാ നീ ഇതാ. എടാ ഇപ്പാ കയറി കയറി. മഴ വരുന്നു. പോയി കുളി. ഞാനിവിടെ വന്ന് കസേരയൊക്കെ ഇട്ടിരിക്കട്ടെ. എന്ത് നല്ല സുഖമാണ് കേട്ടോ. ഇങ്ങനെ അതിനിപ്പോൾ എങ്ങനെയാണ് കാണിക്കാൻ നോക്കട്ടെ. നല്ല ചെന്തങ്ങാണ് കേട്ടോ. പക്ഷേ പേട്ടടിച്ചു പോയി കണ്ടോ. ഇത് മറ്റേ ഇവിടെയൊക്കെ ഇങ്ങനെ ഉപ്പല്ലേ, അപ്പോൾ കരയ്ക്ക് വളവും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെയൊക്കെ മുരടിച്ചു പോകുന്ന കണക്ക്. കാരണം ഞാൻ പറിച്ച് കാണിക്കാം ഇതിൻ്റെ വലിപ്പം. ഈ കൊച്ചിനെ ഞാൻ അവിടെ കിടത്തി ഉറക്കമായപ്പോഴേ ഇങ്ങോട്ട് വന്നേട്ടോ. അപ്പോൾ വിളിക്കും. ചെറിയൊരു ഉറക്കമാണെന്നാൽ അപ്പോഴേ വിളിക്കും. ഓക്കെ. അയ്യോ ഇതാണ് കേട്ടോ. ഇത് വിടലായിരുന്നു കേട്ടോ. തേങ്ങ ആയില്ല. പക്ഷെ ഉണങ്ങിയ പോലെ നിൽക്കും. പക്ഷേ ഇതിൽ തേങ്ങ ആയി കുലുങ്ങുന്നില്ല. പേട്ടല്ല, വെയിറ്റ് ഉണ്ട്. ഞങ്ങളതിന് വിടലേന്ന് പറയട്ടോ. കാരണം വെള്ളം ഫില്ലായി ഇങ്ങനെ നിൽക്കുമല്ലോ. പിന്നെ അവസാനം ഇതിൻ്റെ വെള്ളം ഇങ്ങനെ വറ്റി 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 വരുമ്പോഴാണ് അതിൽ മൂത്ത് തേങ്ങ വരുവാകുന്നത്. ലാസ്റ്റ് കൊപ്രയാവുന്നത് എന്ന് പറയുന്ന പോലെ. ഇത് വെള്ളം ടൈറ്റായിട്ടിരിക്കും. ഞങ്ങൾ വിടലേന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തെ മീറ്റില്ലേ, ഫ്ലഷ്, ആ സാധനം അറിയാമല്ലോ. ഒരു എന്താ പറയുക, പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലത്തെ ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു ടൈമിനെ ഞങ്ങൾ വിടല എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എടാ മടവല്ലേ? ആ ആ മഴ വരുന്നോ? മഴയൊന്നും വരുന്നില്ല. ആ അപ്പോൾ നമ്മുടെ ഈ ഒരു വരിക്ക് ഒരു 5-6 തെങ്ങുണ്ടായിരുന്നു കേട്ടോ. ഒരു 7-8 തെങ്ങുണ്ടായിരുന്നു. എല്ലാ തെങ്ങുകളും എന്താ ആ അപ്പോൾ ഈ വരിയിൽ ആ തെങ്ങുകളെല്ലാം നശിച്ചു കേട്ടോ. ഇങ്ങനെ വളമൊന്നും ഇല്ലാണ്ട് ഇരുന്നിട്ടേ. അപ്പോൾ നമ്മളിനി ഈ പുല്ലൊക്കെ വെട്ടി റെഡിയാക്കിയിട്ട് ഇങ്ങനെ തടം വെച്ച് കൊടുക്കും. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് കായലിൽ നിന്ന് ചെളി കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ മുറ്റമൊക്കെ നികത്താൻ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കായലിൽ നിന്ന് ചെളിയും വാരാനും പറ്റത്തില്ല കേട്ടോ. പാരിസ്ഥിതികമാകാത്ത പ്രശ്നങ്ങൾ കാരണം അതിനും ചെറിയ ലിമിറ്റൊക്കെ ഉണ്ട്. എന്നാലും വാരാന്ന് ലൈസൻസോടുകൂടി വാരാന്ന് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ മണൽ വാരാണെങ്കിൽ തന്നെ ഫുള്ള് കേരളത്തിൽ ഒരു സമയമായപ്പോൾ നിരോധിച്ചില്ലേ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രധാന മാർഗ്ഗം, വരുമാന മാർഗ്ഗം എന്നൊക്കെ പറയുന്നത് മണൽ വാരലായിരുന്നു. കല്ലടയറ്റിൽ നിന്നൊക്കെ മണ്ണ് വാരുക, കായലിൽ നിന്ന് മണ്ണ് വാരുക. അത് പെട്ടെന്നേ അനധികൃതമായിട്ടൊക്കെ വാരാൻ തുടങ്ങിയപ്പം സർക്കാർ അതിനൊരു തടയിട്ട് ലിമിറ്റേഷൻസ് വെച്ച് അങ്ങനെ. ഇപ്പം വാരാം, പക്ഷേ അതിനെന്തോ പാസും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് ആ തൊഴിൽ മാർഗ്ഗത്തിൽ നിന്ന് പോയി. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടൂറിസമാണ് പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം. അപ്പം നമുക്ക് ചെറിയ പ്ലാനുകളൊക്കെ ഉണ്ട്. എല്ലാമൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നട കാറ്റുണ്ടോ? കാറ്റിൻ്റെ ഒരു ശക്തിയൊക്കെ നല്ല വൈബ് ഒരു മൂഡല്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചാൽ. ഇത് വേറെ മൂഡാണ്. അവർ കോരി നിർത്തിയിട്ടില്ല കേട്ടോ. ഈ കാറ്റ് ഭയങ്കര രസമുള്ള കാറ്റ് കേട്ടോ. നല്ലൊരു ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നൊരു കാറ്റ്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങൊക്കെ കണ്ട തെങ്ങൊക്കെ കിടന്ന് ആടി കളിക്കുന്നുണ്ടോ? കാറ്റിൻ്റെ ശക്തി ഉണ്ടോ? ദൂരെ അവിടെ ഒരു തെങ്ങ്. അടിപൊളി വിഷ്വൽ കേട്ടോ, രക്ഷയില്ല. കുറച്ച് നേരം ഇതിങ്ങനെ സൂം ചെയ്തിട്ട് കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ അവർ കയറുവാണോ? അവർ തപ്പി പിടിക്കാൻ പോകും മീനേട്ടോ, വല കളഞ്ഞിട്ട്.
തപ്പുമ്പോൾ മീൻ കിട്ടാൻ സാധ്യത കൂടുതലായിട്ട് നല്ലോണം തപ്പ അറിയണം. അവിടെ കണ്ട. അപ്പോൾ ഞാനൊരു വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ റെസ്റ്റാണല്ലോ, അതായത് സർജറി ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അത് വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെബ് സീരീസൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യാം. പേര് LABRE എങ്ങനെ വായിക്കുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. ലാബ്ര അങ്ങനെ വായിക്കായിരിക്കും കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മുടെ US ഒരു സ്ഥലത്ത് ഒരു സിങ്ക് ഹോൾ ഉണ്ടാവുന്ന, അത് വെച്ചിട്ടൊരു ടൈം ലൈൻ സംബന്ധമായിട്ടൊരു സിനിമയാണ് കേട്ടോ. അങ്ങനത്തെ സിനിമ കാണുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ സീരീസ് കാണുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. ഒരു സയൻസ് ഫിക്ഷൻ സാധനമാണ്. താല്പര്യമുള്ളവർക്ക് നെറ്റ്ഫ്ലിക്സിൽ അതിൻ്റെ ഇതുണ്ട്, പിന്നെ ടെലഗ്രാമിലൊക്കെ കിട്ടുന്നുണ്ട് സാധനം കേട്ടോ. അപ്പോൾ അത് കാണാം കേട്ടോ. ഞാനത് കണ്ടുകൊണ്ടിരുന്ന ആ സീരീസ് പറയാൻ കാര്യം വെച്ചാൽ ഈ കാറ്റും ഇതൊക്കെ കാണാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ അതുമായിട്ടൊന്ന് കണക്ട് ആയി ആ ഒരു സീരീസുമായിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കാം കേട്ടോ. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി കാണാം. അപ്പം നല്ല കാറ്റ് വീണ്ടും തുടരും കേട്ടോ. ആ ഒരു കാറ്റിൽ ഞാനിങ്ങനെ മതിമറന്നിട്ട് ആസ്വദിക്കുക. കാരണം സർജറി കഴിഞ്ഞിട്ട് പിന്നെ മിക്കപ്പോഴും റൂമിനകത്ത് തന്നെയല്ലേ. അപ്പോൾ കുറേ ദിവസം ഞാനത് സ്റ്റക്കായി പോയതിൻ്റെ പക്ഷേ വെള്ളത്തിൽ കിട്ടിയോ. അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. നമ്മുടെ കുളത്തിൻ്റെ അറ്റത്തേക്ക് പോകുന്ന വഴി ഇതാണ്, അറിയാമല്ലോ ഒരുതപ്പെട്ടവർക്കല്ല. ആ സൂക്ഷിച്ച് പിടിച്ചോ. നമ്മളിത് മുള വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ കേടാതിരിക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെക്കുക. ഇത് മുളയെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മുളയ്ക്ക് മാത്രം പ്രത്യേകത കേട്ടോ. വെള്ളത്തിൽ ഒരുപാട് കാലം ഇതിന് ഒരുപാട് കാലം വെള്ളത്തിൽ നിൽക്കാനുള്ളൊരു കഴിവ് മുളയ്ക്കുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ലിക്കൊച്ച് വിളിച്ചു, ഇടയ്ക്ക് കറണ്ട് കേട്ടോ, അത് പറയാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ നമ്മൾ മുളയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. മുള എത്ര കാലം മുളയ്ക്ക് വെള്ളത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അത് പല കണ്ടീഷനിലാണ് കേട്ടോ. എപ്പോഴും എല്ലാ കാലത്തും ഇങ്ങനെ സർവൈവ് ചെയ്യില്ല. അതിന് നമ്മൾ പല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് ഒരുപാട് കാലം നിൽക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഹട്ടൊക്കെ പണിയുമ്പോൾ വെള്ളത്തിലൊക്കെ പണിയുമ്പോൾ കൂടുതലും മുളയിലൊക്കെ പണിയാറുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം വള്ളത്തിയല്ലേ. നിങ്ങൾ പിടിക്കേ, ഞാനിപ്പോൾ പോകാട്ടോ. ഓ തകർത്ത് പിടിക്കുക വള്ളത്തിന്. തപ്പിപ്പിടുത്തോ ആയി. ഇനിയിപ്പോൾ കിഴക്കൻ മെയിൻ തോട്ടിൽ പോയാൽ മതി. കിഴക്കൻ മെയിൻ തോട്ടിൽ പോയാലേ ഇഷ്ടംപോലെ മീനെ പിടിക്കാം നമുക്ക്. അവിടെ മണലാണല്ലോ, നല്ല വെള്ളപ്പറ്റ് പോയാൽ കരിമീനും വള്ളത്തെയൊക്കെ ഇങ്ങനെ കിട്ടും. കരിമീൻ അധികം താരത്തില്ല ചെളിയിൽ. ഒരു ആ കസേരത്തിനാ വെള്ളത്തിലെടുത്ത് പറഞ്ഞേ. ഇവിടെ ഒരുപാട് വെള്ളത്തിണ്ട്. ആ ഇതിനടിയിലേ അതല്ല, രണ്ട് സൈഡിൽ നിന്ന് അടിച്ചിട്ട് കൈ കൊണ്ട് തപ്പെന്ന് മനസ്സിലായില്ല. എങ്ങനെയാന്ന് ഇങ്ങനെ പിടിച്ചാ അനക്കം ഇങ്ങനെ ഒറ്റ പിടി പിടിക്കാം. അങ്ങനല്ല, രണ്ട് സൈഡിൽ ഇങ്ങനെ കൈ അടുപ്പിയത്. എങ്ങനെ അതോ പോട്ടെ. കൊഞ്ചങ്ങനെ ചാടും. എൻ്റെ ഇതൊരു വലിയ ഒരെണ്ണം ചാടിപ്പോയി. അത് നിങ്ങൾ വീട്ടിൽ തുടക്കത്തിൽ കണ്ടല്ലോ. അതെ പിടി അതിൻ്റെ ഉണ്ടാവും, അതിനകത്തുണ്ടോ മീൻ. വേരിക്കോ കാണിച്ചേ. അതാ പറഞ്ഞ അടിച്ചൊതുക്കി തപ്പ്. അടിച്ചൊതുക്കി തപ്പ്, അപ്പൊ മീൻ ഒതുങ്ങും. ഇനി ഇതിന്റെ കഥ വെക്കണമല്ലോ നമ്മൾ ഇന്നത്തെ ദിവസം മൊത്തം. അതാണല്ലോ സഹിക്കാൻ പറ്റാത്തത്. അയ്യോ തല വെരുക്കുമെന്ന്. പിന്നെ ഓ അടിപ്പോ അമ്മ ഇതിന്റെ അടി തപ്പ്. അതാ പറഞ്ഞ അടി കൂട്ടി തപ്പ്. അങ്ങനല്ല, നിരന്തിരി തപ്പമാ. മീൻ അടി തന്നെ ഉണ്ടാവും. തപ്പി നോക്കോ എവിടെയൊക്കെ ഒളിച്ചേ ആ തടിയുടെ ഗ്യാപ്പിലും. നമ്മൾ തറയിൽ തപ്പൂലേ, അത് വിചാരിച്ചപ്പാ മതി. അല്ല അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ ടെൻഷൻ അടിച്ച് തപ്പാൻ്റെ കാര്യമില്ല. കണ്ട് ഇവന് സ്ഥിര വെള്ളത്തിറങ്ങണ തപ്പുന്നതിന്റെ ഗുണം കണ്ടാവാ. അവൻ ആ വെള്ളത്തിന്റെ ആ ഒരു ഇത് അവന് കിട്ടി. അവന് മനസ്സിലായി, ആ കൈക്കാ വഴക്കം കിട്ടി. നമ്മൾ ചെളിയുടെ മേലിൽ കൂടെ ഇങ്ങനെ അതെ കക്കയുണ്ട് കേട്ടോ നമ്മളെ കണ്ടത്തില്. ഞാനിവിടാണ് ഇരിക്കട്ടെ, എനിക്ക് നടുവെനിക്കുന്നു. അല്ല പക്ഷേ കാര്യം ഇത് മതി.
ഇത് കളയണ്ടേ? അത് കളഞ്ഞേരെ. ഞാനത് പറയാൻ വിട്ടുപോയി. ഞാൻ ഇവനവിടെ തപ്പിയപ്പോഴേ ഇതിൽ തപ്പണമെന്ന് പറയാൻ വന്നിട്ട്. വല വെച്ചിട്ടേ തപ്പിയാ മതിയായിരുന്നു. അത് കിട്ടിയാനെ എവിടെ ഹോളുണ്ടോ? കഴുത്തിന് എന്നെ അത് കിട്ടിയില്ല, ഞാൻ എടുത്തില്ലായിരുന്നു. ഒരു മീനമ്മ ഓടിച്ചു വിട്ട്. അതെ, ശ്രീകുട്ടനാകുമ്പോ തല നനച്ചത് കൊണ്ട് താഴത്തേക്ക് പൊങ്ങി. നിങ്ങൾക്ക് തല നനയ്ക്കാൻ മേലാത്തോണ്ട് പൊങ്ങി കിടക്കുന്നത്. തല നനയ്ക്കുന്നല്ലേ? മീനല്ലേ? ചുമ്മാ ഇങ്ങനെ അടിച്ച് നമ്മള് തപ്പത്തില്ലേ? നീ താരോടെ ബാക്കിലോട്ട് അടിക്കോ? എങ്ങോട്ടാ പോയ മീൻ? അവിടെ അടിക്കും. അടിപ്പോയി. കരിയമ്പള്ളത്തിയാ? ഇനി നിങ്ങൾ മീൻ പിടിച്ചിട്ടങ്ങ് കേട്ടോ. ഞാൻ പോവാ, മടുത്ത്. ഞാനിഞ്ഞ് പോരുന്നിട്ട് 2 മണിക്കൂർ. നിങ്ങൾ എവിടെ പോയെന്നാ ഇത്ര നേരം? എവിടെ അല്ല കിട്ടിയാ? എന്നിട്ട് ഇത്ര നേരം എടുത്ത് 2-2.5 മണിക്കൂർ എടുത്തല്ലേ ഇപ്പം? ഭയങ്കര കാറ്റായിരുന്നോ? ഭയങ്കര കാറ്റായിരുന്നു ഇവിടെ. നേരത്തെ ഞാൻ വരുന്നതിന് മുന്നേ നോക്കട്ടെ വല്ല ഉണ്ടോന്ന്. ഇനി ചൂണ്ടിടാൻ പോണോ? കൊറേ കക്ക കിട്ടിയല്ലോ. ആ മീനെല്ലാം അടിയിലായി ചത്തുപോയി കാണുമല്ലേ? വെള്ളത്തിനല്ല മൊത്തം. കരിമീൻവെള്ളത്തൊന്നും ഇല്ലാറ്. കിട്ടിയ കരിമീനോ? അതോ ഇറക്കുന്നു. മീനെല്ലാം ഇറക്കി മാറ്റമ്മ. ആ കരിമീൻവെള്ളത്തേക്ക് തന്നെ പിടിക്കാത്തിട്ടേക്കുന്നത് കുഞ്ഞുങ്ങളെ. കറി വെക്കാനൊന്നും ഇല്ല കേട്ടോ. ഇത്രയും കക്ക ഉണ്ട് കേട്ടോ. 2 ദിവസമൊക്കെയുള്ള കക്ക ഉണ്ട്. ചൂണ്ടയിടാൻ പറ്റിയ കക്ക. ആയിട്ട് തേടിനെ പിടിക്കാൻ പായിരുന്നു. അമ്മ ഈ ഇത് ഇതാണ് ശ്രീകുട്ടൻ പിടിച്ച കരിമീൻ. ഇതാ ഒരു കറിക്കുള്ള കുഞ്ഞൻ കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പം വേലിക്കുട്ടി അമ്മയും ലിതിയും കൊച്ചും വരും. ഞാൻ പാലും അതെല്ലാം മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ഇറങ്ങിയത്. അതുകൊണ്ട് ഇറങ്ങി. അവർ കഴിയുമ്പോ വലുതരും. നാളെ ഞാനിവിടെ ഇല്ല. നാളെ പോകാമ? എവിടെ പോണ്ടേ? ശരി. നാളെ പത്തനാപുരത്ത് ഞങ്ങളുടെ കൊച്ചിനെ കാണാൻ പോകണം. അപ്പോൾ നാളെ അതിൻ്റെ ഒരു കൊടിക്കൊഞ്ചൊക്കെ കിട്ടിയിട്ട് നല്ലൊരു വലിയ കൊഞ്ച് കിട്ടി. അതിൻ്റെ ഇത് കളഞ്ഞു കേട്ടോ. ഈ കമൻറ്റിൽ മുഴുവൻ എനിക്കുള്ള തെറിയായിരിക്കും ആ കൊഞ്ചിനെ കളഞ്ഞതിന്. പിക്കാറ്. എന്നാലും പോട്ടെ. അന്നേരം ഞാൻ അത്ര ഇത് ഈസി ആയിട്ട് പിടിച്ചു കേട്ടോ. നീ അത്ര ബലം കൊടുത്തില്ല ഞാൻ, അതുകൊണ്ട് പറ്റിപ്പോയാ. അതായത് ഒരു കറിക്കുള്ള കണ്ണമ്പള്ളത്തി ഒരു കറിക്കുള്ള മീനുണ്ട് കേട്ടോ. നാളത്തേക്ക് ഒരു കറിക്ക് ഉണ്ടല്ലോ. ഇന്നിപ്പോൾ കറിയുണ്ട്. ഇനിയിപ്പോൾ മഴ പെയ്യുന്നു. വലിയ കക്ക കേട്ടോ. ചൂണ്ടിടാനൊക്കെ പറ്റിയ കക്ക. ഇവരിവിടെ കോരാൻ പോവാ. ഏറ്റവും മീൻ നിൽക്കുമ്പോ വലത് അതേ കണക്ക് പൊക്കി പിടിച്ച് വരണം. അടുപ്പിക്കണം. വല കൊണ്ടുവന്ന് അടുപ്പിക്കണം. കരയിൽ വെള്ളമുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ അങ്ങ് അടുപ്പിച്ച് ചേർത്ത് ബാക്ക് പൊക്കി പിടി. പൊക്കെ ഒരു ചെറിയ പള്ളത്തിയുണ്ട്. പൊക്കി പിടി. വല ചാടിപ്പോ. ചാടിപ്പോയി. ഇതുവഴി ചാടിപ്പോയി. ചാടിപ്പോയി. വള്ളത്തി കൊഞ്ച് ഇങ്ങോട്ട് കിട്ടായി. ഇങ്ങോട്ട് കിട്ടേ. പോട്ടെ, കുഴപ്പമില്ല. ഇനി ഇതിനകത്ത് വെക്കുമല്ലോ. ഇതിനകത്ത് ഒരു കൊഞ്ച്. ഞാൻ നേരത്തെ സിമ്പിളായിട്ട് പിടിച്ചപ്പോഴാണ് കൊഞ്ച് പോയിട്ടോ. കാരണം ഇതിനെ കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇതിലും വലുതായിരുന്നു. ഇത് ചെറിയ ഇത് ടൈഗർ പ്രോൺ എന്ന് പറയാം കേട്ടോ. കാരച്ചമീൻ. ബാക്ക് പൊക്കി പിടി. അനക്ക് പന്നേലനക്ക് നല്ല വല കയറ്റി കുത്തി ഇടിക്കും. വല ഇടിച്ചണക്ക്.
ചാക്ക് പൊക്കിപ്പിടി വല പൊക്കിപ്പിടി. ചെറിയ പൊടിപ്പള്ളത്തേക്കാ എന്നാലും ഉണ്ട്. മാമാ ആ ഉണ്ടേ ചെറിയ പള്ളത്തുണ്ടേ. അത് വേണം. കൊച്ചും അമ്മച്ചിയും വിധിയും ഒക്കെ വന്നു കേട്ടോ. ഒരു ഓട്ടോറിക്ഷയിലാണ് കേട്ടോ. കറണ്ടില്ല ഭയങ്കര ചൂട്. വേദനയൊക്കെ കുറഞ്ഞ ഓ വേദന കുറഞ്ഞു. താമസം ഓട്ടോ ഇല്ലായിരുന്നോ ഇറങ്ങിയപ്പോ? ചായ കുടിച്ചു. മാറി ചായ കുടിച്ചോ? എവിടെ ചായ കുടിച്ചു? ആ കടയിൽ. പഴംപൊരി ഭാഗ്യം കറണ്ട് വന്നു. വേദന ഇടയ്ക്കിടയ്ക്കുണ്ട്. അതിനി അത് മാറ്റാതെ അടുത്ത ഓപ്പറേഷൻ അത് മാറില്ല. കണ്ണീര് വന്നതല്ലേ ലിജുമോൾ ഉമ്മ വെച്ചതാ. ഇങ്ങനെയാണോ ഉമ്മ വെക്കുന്നേ? മോളെ എന്തുവാ എവിടെ വന്നത്? എവിടെ വന്നേ? അയ്യോ തല കുറച്ചില്ലല്ലേ? കമണ്ണൊന്നുമില്ല, ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോ എടുത്തു പോരുവാ. തലയൊക്കെ പൊക്കി പിടിച്ച എന്തുവാ ഇത്? തല ഇങ്ങനെ വരുന്നതാ. ഞാൻ ഒരു പിള്ളേരെ കണ്ടല്ലോ അങ്ങനെ കഴിച്ചു വരുന്നത്. നൂത്തിരുത്താനെ നോക്കിയ നൂരാനാ. ഇങ്ങനെ നൂന്നൂടാടെ ഇപ്പഴേ വെട്ടം കാണുന്നുണ്ടായിരിക്കും. ഞാൻ ശ്രീകുട്ടനും കൂടെ അമ്മച്ചി എല്ലാവരും വന്നവർ വീട്ടിലിരിക്കട്ടെ. ഞാനും ശ്രീകുട്ടനും കൂടെ കൊഞ്ച് പിടിക്കാൻ വന്ന കേട്ടോ. നാളെ കുറച്ച് അച്ചാറിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ കൊഞ്ച് പിടിക്കുന്നുണ്ട് അവിടെ. ചെമ്മീൻ കേട്ടോ, നാരൻ ചെമ്മീൻ പിടിക്കുന്നുണ്ട്. അതവിടെ വനാമി ചെമ്മീൻ കേട്ടോ, അത് പിടിക്കുന്നുണ്ട്. ശ്രീകുട്ടൻ അങ്ങോട്ട് കാണാൻ വേണ്ടി പോയി. ഞാനിവിടെ നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു കുളത്തിൽ നിന്നാണ്, വലിയ കുളം കേട്ടോ, പാടമൊന്നും പറയാനില്ല, വലിയ ഒരു കുളമാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നിന്നാണ് മീൻ പിടിക്കുന്നത് കേട്ടോ. നമുക്കിത് പിടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ഇത് വൃത്തിയാക്കണം. ഞാനും പിന്നെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെ നടക്കണ്ടെന്ന് വിചാരിച്ചേ. പക്ഷേ ഇതെനിക്ക് കാണണം ഇവിടെ പോയിട്ട്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഇതിനൊക്കെ വളർത്തുമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ അതിനൊന്നും പറ്റാത്തതുകൊണ്ട് ചെയ്യാത്ത. ശ്രീകുട്ടൻ അവിടെ പോയി കാണുന്നുണ്ട് വല പിടിക്കുന്നത്. ഞാനൊന്ന് പോയി കാണട്ടെ എത്ര കൊഞ്ചുണ്ടെന്നുള്ളത്. അപ്പോൾ അതേ ഈ കാണുന്ന വെള്ളത്തിലാണ് കേട്ടോ ഒരു കൊഞ്ച് കോരുന്നത്. ഈ കാണുന്ന വലിയ നീട്ടുവലയാണ് കേട്ടോ, ഗിൽനെറ്റ് വലയെന്ന് പറയുന്നതിന്. ഗിൽനെറ്റ് എന്നൊക്കെ പറയാം കേട്ടോ, നീട്ടിയ വല. ഇത് വെച്ച് ഇങ്ങനെ വളഞ്ഞിട്ട് അതിനെ കോരിയെടുക്കും കൊഞ്ചിനെ. ജീവനോട് കിടക്കുന്നുണ്ടോ കൊഞ്ച്. ഇത് വനാമി ഇനത്തിൽപ്പെട്ട ഒരു കൊഞ്ചാണ് കേട്ടോ. നാരൻ ചെമ്മീൻ്റെ വേറൊരു വധഭേദമാണ് കേട്ടോ, വകഭേദം അതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് നമ്മുടെ രാം പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ അവർക്ക് ഓഫീസിലെ സാറുമാർ ആരണ്ടൊക്കെ ഓർഡർ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു ആൻറ്റി കുറച്ച് ഓർഡർ തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലൊരാൾക്ക് കുറച്ച് ഓർഡർ ഉണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം 10 കിലോ ചെമ്മീൻ നമ്മൾ വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്ന് ഇതാണ് കേട്ടോ. വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് നേരം കഴിയിട്ടാണ് എടുത്തത്. അപ്പോഴത്തേന് ഏകദേശം കൊഞ്ചൊക്കെ ചത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ തലയും കളഞ്ഞ് വാലും കളഞ്ഞ് എൻ്റെ നരമ്പൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുണ്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുറത്തൊരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നല്ല കിടലിനായിട്ട് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് അടുത്ത ദിവസം അച്ചാറിട്ടിട്ട് അവർക്ക് പാക്ക് ചെയ്ത് കൊടുത്ത് അയക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ അച്ചാറിൻ്റെ പരിപാടികളൊക്കെ നല്ല കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നീടാണ് അമ്മയ്ക്ക് സുഖമില്ല വന്ന് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് നിർത്തിവെച്ചത്. അപ്പോൾ നമ്മളിത് വളരെ ഉഷാറായിട്ട് വീണ്ടും തുടങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും എടുത്ത കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് അച്ചാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വേറൊരാക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.